കണ്ണൂരിലെ വിവാദമായ ശിലാഫലകം പുനഃസ്ഥാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പയ്യാമ്പലം ഗസ്റ്റ് ഹൌസ് പരിസരത്തെ ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം മാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുള്ള ശിലാഫലകം സ്ഥാപിച്ചത് വിവാദമായിരുന്നു. സർക്കാർ മാറുമ്പോൾ കല്ല് മാറ്റി ഓവിലിടുന്ന ശീലമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പയ്യാമ്പലം സി വ്യൂ പാർക്കിലെ ശിലാഫലകം മാറ്റിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ശിലാഫലകം സ്ഥാപിച്ചപ്പോൾ പഴയ ഫലകം മാറ്റിയെന്ന് കോൺഗ്രസ് DTPCക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഫലകം മാറ്റി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ഫലകം സ്ഥാപിച്ചത് റിയാസിന് ക്രെഡിറ്റ് എടുക്കാനാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഫലകം മാറ്റിയതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും സർക്കാർ മാറുന്നതിനനുസരിച്ച് കല്ലുകൾ മാറ്റുന്ന ശീലമില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഒരു സർക്കാർ വരുന്ന സമയത്ത് ആ സർക്കാർ നടത്തിയ ഒരു പ്രവൃത്തി ഉദ്ഘാടനം, അതിന്റെ കല്ലിളക്കി വലിച്ച് ഓവിലെറിയുന്ന ഒരു സംസ്കാരം ഞങ്ങൾക്കില്ല. അതിലൊട്ടൊരു അർത്ഥമില്ല, അതിലൊന്നും ഒരു പ്രാധാന്യം ഞങ്ങൾ കാണുന്നില്ല. ഓരോ കാലഘട്ടത്തിലും ഇടപെട്ട ഭരണാധികാരികൾ, അത് XOR-Y ആരായിക്കൊള്ളട്ടെ, XOR-Y ഏത് മുന്നണി ആയിക്കൊള്ളട്ടെ, അവരുടെ സംഭാവനയെ അതേ അർത്ഥത്തിലാണ് ഞങ്ങൾ കാണുന്നത്. മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും കളക്ടർക്കും നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ തന്നെ ഫലകം പുനഃസ്ഥാപിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. ടൂറിസം സെക്രട്ടറിക്ക് ഞങ്ങൾ മെയിൽ ചെയ്തു, കളക്ടർക്ക് മെയിൽ ചെയ്തു, DTP സെക്രട്ടറി ഇതുവരെയായി ഞങ്ങൾക്ക് ഇതിനൊരു മറുപടിയും ലഭിച്ചില്ല. അപ്പോൾ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ചരമദിനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത് ഇവിടെ സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കാരണം ഇവർ അത് സ്ഥാപിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. 2015 മെയ് 15 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പ്രവേശന കവാടത്തിന് സമീപം ഉദ്ഘാടന ശേഷം ശിലാഫലകവും സ്ഥാപിച്ചിരുന്നു. 2022 മാർച്ച് 6 പാത്വേയും പാർക്കും നവീകരിച്ച് സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ടൂറിസം വകുപ്പ് മന്ത്രി P. മുഹമ്മദ് റിയാസാണ് നവീകരിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് മലയാളം, കണ്ണൂർ.